ഡൽഹിയുടെ സംസ്ഥാന മൃഗമാണ് നീലക്കാള എന്നറിയപ്പെടുന്ന നീൽഗായ്. മലയാളത്തിൽ നീലക്കാള എന്നറിയപ്പെടുന്ന നീൽഗായ് കാഴ്ചയിൽ പശുവിനെ പോലെ തോന്നുന്നുവെങ്കിലും മാൻ വർഗത്തിൽപ്പെടുന്ന മൃഗമാണ്. ഏറ്റവും വലിയ ഏഷ്യൻ മാനുകളിൽ ഒന്നാണിവ. നീലക്കാള എന്നർത്ഥം വരുന്ന നീൽഗായ് എന്ന ഹിന്ദി പദത്തിൽ നിന്നാണ് ഇവയുടെ പേരിന്റെ ഉത്ഭവം. നീൽ എന്നാൽ നീല, ഗായ് എന്നാൽ പശു. ഈ രണ്ട് ഹിന്ദി പദങ്ങളിൽ കൂടിച്ചേർന്നാണ് നീൽഗായ് എന്ന പേരുണ്ടായത്. 1882 ഈ വാക്ക് ആദ്യമായി ഉപയോഗത്തിൽ രേഖപ്പെടുത്തിയത്. ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലാണ് നീൽഗായ് പ്രധാനമായും കാണപ്പെടുന്നത്. ബംഗ്ലാദേശിൽ വംശനാശം സംഭവിച്ചുവെങ്കിലും പാകിസ്ഥാനിൽ അപൂർവമാണെങ്കിലും ഹിന്ദുക്കൾ പവിത്രമായി കരുതുന്ന പശുവിനോട് സാമ്യമുള്ളതിനാൽ നേപ്പാളിലും ഇന്ത്യയിലും നിലവിൽ എണ്ണത്തിൽ വർധനവുണ്ട്. ഇന്ത്യയിൽ ബീഹാർ, ഛത്തീസ്ഗഡ്, ഹരിയാന, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു. മങ്ങിയ ചാര നിറം കലർന്ന നീലയാണ് ഇതിന്റെ നിറം. പെൺമൃഗങ്ങൾക്ക് തവിട്ട് കലർന്ന ഓറഞ്ച് നിറമാണ്. ആൺമൃഗങ്ങൾക്ക് മാത്രം ചെറിയ കൊമ്പുകളുണ്ട്. ഏകദേശം 5 അടിയോളം ഉയരവും 240 കിലോയോളം ഭാരവുമുണ്ട് ഇവയ്ക്ക്. മണിക്കൂറിൽ 31 മൈൽ വേഗത്തിൽ ഓടാൻ ഇവയ്ക്കാകും. 24 വർഷമാണ് ആയുസ്. സാധാരണയായി നിശബ്ദരായ ഇവ ഇണചേരൽ സമയത്തോ ഭീഷണി അനുഭവപ്പെടുമ്പോഴോ അലർന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഇണചേരൽ സമയത്തൊഴികെ പെൺമൃഗങ്ങളും കുഞ്ഞുങ്ങളും ആൺമൃഗങ്ങളുമായി ഇടപെടാറില്ല. പ്രജനനകാലം നവംബർ മുതൽ മാർച്ച് വരെയാണ്. ഗർഭകാലം 245 ദിവസമാണ്. കുഞ്ഞുങ്ങൾ ജനിച്ച് 40 മിനിറ്റിനുള്ളിൽ എഴുന്നേറ്റ് നിൽക്കാനും 4ാമത്തെ ആഴ്ചയോടെ ആഹാരം കണ്ടെത്താനും കഴിയും. 10 മാസം പ്രായമാകുമ്പോൾ മുലകുടി നിർത്തുന്നു. പുല്ല്, ഇലകൾ, മൊട്ടുകൾ, ഔഷധ സസ്യങ്ങൾ, പഴങ്ങൾ എന്നിവയാണ് ആഹാരം. കൂടാതെ കാർഷിക വിളകൾക്കൊപ്പം വളരുന്ന മരച്ചെടികളും കഴിക്കുന്നു. ഇത് കഴിക്കുന്നതിനായി നീൽഗായ് കൂട്ടങ്ങൾ കൃഷിയിടങ്ങൾ ആക്രമിക്കുകയും ചവിട്ടിമെതിക്കുകയും ചെയ്യുന്നു. ഇത് ഗണ്യമായ കൃഷിനാശത്തിന് കാരണമാകുന്നു. ഇവ മേയുമ്പോൾ വലിയ അളവിൽ വിള നശിപ്പിക്കുന്ന പ്രാണികളെ ആഹാരമാക്കിക്കൊണ്ട് അവ സ്വാഭാവിക കീടനിയന്ത്രണ സേവനം നൽകുന്നു. പകൽ സമയത്താണിവ കാണപ്പെടുന്നത്. നീൽഗായ് വിശ്രമ സ്ഥലങ്ങൾ അടയാളപ്പെടുത്താൻ കാലിൽ ഒരു ഗ്രന്ഥിയിൽ നിന്ന് സുഗന്ധം പുറപ്പെടുവിക്കുന്നു. നീൽഗായ് എന്ന പേരിന് മതപരമായ പ്രാധാന്യമുള്ളതിനാൽ മധ്യപ്രദേശ് സർക്കാർ ഇതിനെ റോജാദ്, വനമാൻ എന്ന അർത്ഥത്തിൽ പുനർനാമകരണം ചെയ്യാൻ നിർദ്ദേശിച്ചു. വനത്തിൽ വർദ്ധിച്ചു വരുന്ന വേട്ടയാടലാണ് നീൽഗായിനെ വംശനാശ ഭീഷണിയുടെ അതിലെത്തിച്ചിരിക്കുന്നത്. വേട്ടയാടൽ, വനനശീകരണം, ആവാസ വ്യവസ്ഥയുടെ നാശം എന്നിവയാണ് ഇവ നേരിടുന്ന പ്രധാന ഭീഷണി.